ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 25-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 24-ാം അധ്യായത്തിൽ നമുക്കറിയാം, 23, 24 അധ്യായങ്ങളിൽ മോവാബ്യ രാജാവായ ബാലാക്ക് ദൈവത്തിൻ്റെ പുരോഹിതനായ ബിലയാമിനെ കൊണ്ടുവന്ന് ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. പക്ഷേങ്കിൽ അതിനു പകരം അനുഗ്രഹിച്ചിട്ട് ബിലയാം അവിടെ നിന്ന് പോവുകയാണ്. ബിലയാമിനും ആഗ്രഹമുണ്ടായിരുന്നു ബാലാക്കിനെ സഹായിക്കുവാൻ. കാരണം സമ്പത്തും അധികാരങ്ങളും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. പക്ഷേ യഹോവയുടെ കൽപ്പനയെ ലംഘിക്കാൻ പറ്റാത്തത് കൊണ്ട് മനസ്സോടെയാണെങ്കിലും അപ്പോൾ ദൈവാത്മാവിനാൽ അവൻ ചില പ്രവചനങ്ങളൊക്കെ നടത്തി, ഇസ്രായേലിന് അനുകൂലമായ പ്രവചനങ്ങളൊക്കെ നടത്തി അവിടുന്ന് പോകുന്നു. പോയ സമയത്ത് ബിലയാം ബാലാക്കിന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തുവെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത്, ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ സ്ത്രീകളെ അയക്കുക. മോവാബി സ്ത്രീകൾ കാണാൻ നല്ല സൗന്ദര്യമുള്ള സ്ത്രീകളാണ്. അങ്ങനെ ഇസ്രായേൽ ജനം അവരുമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടാൻ കാരണമായി തീർന്നു. അതാണ് 25-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. മോവാബി സ്ത്രീകളുമായി പരസംഗത്തിൽ അവർ ഏർപ്പെടുകയും അത് മുഖാന്തരം അവരോടുകൂടി ഭക്ഷിക്കുകയും അവരുടെ ദൈവത്തെ ആരാധിക്കാനായി തുടങ്ങി. അതായത് ബാൽ ദൈവത്തെ, അതായത് ബാൽ പെയോർ എന്ന് പറഞ്ഞാൽ പെയോറിലെ ദേവനായ ബാലിനെ. ആ ബാൽ ദേവൻ കൃഷിയുടെ ദേവനായി മറ്റ് ജാതികൾ കണ്ടിരുന്ന ദേവനാണ്. അപ്പോൾ കൃഷിയൊക്കെ നന്നാകണമെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി അവർ ആ ദൈവത്തെ ആരാധിച്ചിരുന്നു. അതിൻ്റെ വലിയ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ പിന്നിൽ നമസ്കരിക്കുകയും ഒക്കെ ചെയ്യും. അതും ഇസ്രായേൽ ജനം അതുപോലെ ചെയ്യാൻ തുടങ്ങി. കാരണം അവരുടെ സ്ത്രീകളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ, അവരുടെ സ്വാധീനത്തിൽ വിശ്വാസ വ്യതിചലനം അവർക്കുണ്ടാവുകയാണ്. അതിപ്പോൾ യഹോവ അവരോട് കോപിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. കാരണം ദൈവം ന്യായപ്രമാണം മോശയ്ക്ക് കൊടുത്തപ്പോൾ പറഞ്ഞ ആദ്യത്തെ 2 കൽപ്പന, ഒന്നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനൊഴികെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. 2-ാമത്തെ കൽപ്പന, മേൽ ആകാശത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും, ഭൂമിക്ക് താഴെ വെള്ളത്തിലെങ്കിലും ഒന്നിൻ്റെയും പ്രതിമയുണ്ടാക്കി അതിനെ വന്ദിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. ആ കാര്യത്തിൽ ദൈവം ഒരു വിട്ടുവീഴ്ചയ്ക്കും ദൈവം അത് തയ്യാറാവുകയില്ല. അതുകൊണ്ട് ഈ ഒരു ഇതിൽ അവർക്ക് ദൈവം അവരുടെ ഇടയിൽ ബാധയെ അയക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നതായി നമ്മളിവിടെ മനസ്സിലാക്കുന്നു. ഇത് ബിലയാമാണ് ഇത് പറഞ്ഞു കൊടുത്തത് എന്നതിന് ഒരു തെളിവ് നമുക്ക് കിട്ടുന്നത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യമാണ്. അതോടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഇപ്രകാരം പറയുന്നു: പെർഗമോസിലെ സഭയ്ക്ക് വേണ്ടി ദൂതൻ എഴുതുന്നത്, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കുവാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബിലയാമിൻ്റെ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട്. വിഗ്രഹങ്ങൾക്കർപ്പിച്ച ഭക്ഷിക്കുവാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബിലയാമിൻ്റെ ഉപദേശങ്ങൾ, അത് മുറുകെ പിടിക്കുന്നവരായ ആളുകൾ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് അനേക നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടെ യോഹന്നാസ്ലീഹായ്ക്കുണ്ടായ വെളിപ്പാടിൽ നമ്മളിത് കാണുകയാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ബിലയാമാണ് ബാലാക്കിന് ബുദ്ധി പറഞ്ഞു കൊടുത്തത്. ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ദൈവം അവരോട് കോപിക്കും. നീ അന്യദൈവങ്ങളെ ആരാധിക്കത്തക്കോണം നിങ്ങൾ സ്ത്രീകൾ മുഖാന്തരം അവരെ വശീകരിക്കാം. ഇന്നും പുതിയ സഭയിലൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള അവിഹിത ബന്ധങ്ങളിലൂടെയൊക്കെ സത്യവിശ്വാസം ത്യജിച്ച് മറ്റുള്ളതായ വിശ്വാസത്തിലേക്ക്, മറ്റുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലൊക്കെ മനുഷ്യൻ വീണു പോകുന്ന വലിയ സാഹചര്യം ഇന്നുമുണ്ട്. അപ്പോൾ ദൈവം അവരോട് കോപിക്കുകയും ബാധ അയക്കുകയും 24,000-ത്തിലധികം ആളുകൾ അങ്ങനെ അവിടെ മരിച്ചു വീഴുകയും ചെയ്തു. ഈ സമയത്തൊരു സംഭവം ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. ഫിനഹാസ് എന്ന് പേരുള്ള ഒരു യുവാവ്, ഒരു യഹൂദനായ അല്ലെങ്കിൽ ഒരു ഇസ്രായേൽക്കാരനായ സിമ്രി എന്ന് പറയുന്ന മനുഷ്യനും മോവാബി ദേശക്കാരിയായ കൊസ്ബി എന്ന് പറയുന്ന ഒരു സ്ത്രീയും തമ്മിൽ വ്യഭിചാരം ചെയ്യുമ്പോൾ ഈ ഫിനഹാസ് കുന്തവുമായി ചെന്നവരെ അവിടെ കുത്തിക്കൊല്ലുകയാണ്.
ആ കുത്തിക്കൊല്ലുന്നതോടുകൂടി ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ആ ബാധ അവിടെ നിന്ന് ഇത് മാറ്റപ്പെടുകയാണ്. അതിനു മുൻപ് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, ഇസ്രായേൽ ജനത്തിൻ്റെ നേതാക്കന്മാരെയൊക്കെ നീ തൂക്കിലേറ്റണം. കാരണം അവർ ആണ് ഈ ജനത്തെ സംരക്ഷിക്കേണ്ടവരാണ്. നിങ്ങളുടെ തെറ്റിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കേണ്ടവരാണ്. അവരുടെ സൈഡിൽ നിന്നുകൊണ്ടാണ് ജനം ഇത് ചെയ്യാൻ കാരണമായി തീർന്നത്. അപ്പം നേതൃത്വത്തിലുള്ളവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നേതാക്കന്മാരെ തൂക്കാൻ പറഞ്ഞ് പരസ്യമായി തൂക്കുമ്പോൾ അത് കണ്ട് ജനം പാപത്തിൽ നിന്ന് വിട്ടൊഴിയുന്നതിന് വേണ്ടിയിട്ടാണ് പരസ്യമായി അവരെ തൂക്കുവാൻ യഹോവയായ ദൈവം ആവശ്യപ്പെട്ടത്. അപ്പോൾ ഫിനെഹാസ് ഇത് ചെയ്തതോടുകൂടി ദൈവത്തിൻ്റെ നിത്യ പൗരോഹിത്യത്തിന് അവൻ അവകാശിയായിത്തീരുന്നു. ആരായി ഫിനെഹാസ്? പുരോഹിതനായ അഹ്റോൻ്റെ മകൻ എലിയാസാറിൻ്റെ മകനാണ്. അഥവാ അഹ്റോൻ എന്ന പുരോഹിതൻ്റെ കൊച്ചുമകനാണ് ഈ ഫിനെഹാസ്. അദ്ദേഹത്തിന് പിന്നെ ആ പൗരോഹിത്യത്തിൻ്റേതായ ആ വലിയ നൽവരവും ഉടമ്പടിയും ദൈവം നൽകുന്നതായി ഇവിടെ കാണുന്നുണ്ട്. തൻ്റെ നാമത്തിന് വേണ്ടി ധൈര്യത്തോടെ പ്രവർത്തിക്കുന്നവരെ ദൈവം മാനിക്കുന്നുവെന്ന് ഫിനെഹാസിന് ദൈവം കൊടുത്ത ഈ ഉടമ്പടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നവരെ ദൈവം സംരക്ഷിക്കും, ദൈവം അവരെ മാനിക്കുമെന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. നാം ഓരോ വിശ്വാസിയും നമ്മളെല്ലാം ഫിനെഹാസിനെ പോലെ ആവേണ്ടതാണ്. പാപത്തെ എതിർക്കുകയും അതേസമയത്ത് പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു വലിയ തീക്ഷ്ണതയോടുകൂടി, വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയോടുകൂടി ജീവിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. 16-ാം അധ്യായത്തിലേക്ക് വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, യഹോവയായ ദൈവം മോശയോട് പറയുന്ന മിദ്യാനരെയൊക്കെ നീ അത് സംഹരിച്ച് കളയണം. കാരണം അവർ ഇവിടെ ഉള്ള കാലത്തോളം എൻ്റെ ഈ ജനം അവരോടുള്ള ബന്ധത്തിൽ പാപം ചെയ്തു പോകും. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാവുന്ന വേദഭാഗമാണ് സങ്കീർത്തനം 1-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങൾ. എന്താ വായിക്കുന്നത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ ലാഭകൾ ധ്യാനിച്ചിരിക്കുന്നവൻ അവൻ ആരാണ്? ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ അവൻ ഫലം കായ്ക്കുന്നവനാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യം ദുഷ്ടന്മാരുടെ ആലോചനയും പാപികളുടെ വഴിയും പരിഹാസികളുടെ ഇരിപ്പിടവും ഒക്കെ ഉണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടൊഴിഞ്ഞ് മാറി നിൽക്കണം. അപ്പോഴാണ് നമ്മൾ വിശുദ്ധരായി തീരുക, ദൈവത്തിൻ്റെ മക്കളായി തീരുക, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരായിട്ട് നമ്മൾ തീരുന്നത്. അപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ ദൈവമേ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ. നമുക്കറിയാം, പാപം ചെയ്യാൻ അവസരമുണ്ടായിട്ടും ചെയ്യാത്തവനെ മാത്രമേ നീതിമാനെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നീതിമാന്മാരും നീതിമതികളുമായിട്ട് തീരണമെങ്കിൽ ഈ ഭൂമിയിൽ പാപം ചെയ്യാൻ ധാരാളം അവസരവും പൈശാചിക പ്രലോഭനങ്ങളും പ്രബോധനങ്ങളും ഒക്കെ നമുക്ക് നേരിടാം. അതിനെയൊക്കെ ദൈവികമായ ശക്തിയാലും ദൈവവചനത്തിൻ്റെ ശക്തിയാലും അതിജീവിപ്പാൻ നമുക്കിടയാകണം. 25-ാം അധ്യായം വായിക്കുമ്പോൾ ഫിനെഹാസ് എന്ന വ്യക്തിയെ മനസ്സിൽ ധ്യാനിച്ച് അതുപോലെ പാപത്തോട് എതിർത്ത് നിൽക്കുവാൻ ദൈവമേ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.